ഇപ്പോൾ നമ്മൾ വില്ലേജ് റോഡ് പരിസരത്തേക്ക് കൂടി ഒന്ന് പോകുന്നു. അവിടെ ഇപ്പോൾ വ്യാപക പരിശോധന നടക്കുകയാണ്. ഇന്ന് ചൂരൽമലയിൽ ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ വില്ലേജ് റോഡ് പരിസരത്തുള്ള ഒരു മരക്കൂമ്പാരമുണ്ട്. ആ മരക്കൂമ്പാരത്തിൻ്റെയും വീടുകളുടെ ഭാഗങ്ങളിലുമൊക്കെ ഇന്നിപ്പോൾ പരിശോധനയുണ്ട്. ആർമിയുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. ദീപക് മലയമ്മ, ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാവുന്നതാണ്. വളരെ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം ഇനിയുള്ള ഓരോ മണിക്കൂറും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മൃതദേഹം അഴുകി തുടങ്ങിയിട്ടുണ്ട്, ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ട്, മണ്ണിനോടടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി ഇപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ അത് പോയി എന്ന് കരുതേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇപ്പോഴും കണക്ക് പ്രകാരം 205 പേർ മിസ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ 200-ലധികം മൃതദേഹങ്ങളാണ് ഇനിയുള്ള ചുരുങ്ങിയ മണിക്കൂറുകളിൽ കണ്ടെത്തേണ്ടത്. ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങളിലായിരിക്കുമല്ലോ തെരച്ചിൽ. എന്താണ് തെരച്ചിൽ നടത്തുന്നവർ പറയുന്നത്? നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്താണ്? ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണോ ഇപ്പോൾ നടക്കുന്നത്? അരുൺ, കൃത്യമായ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഡോഗ് മായയെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ കൃത്യമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് വില്ലേജ് ഓഫീസ് റോഡിൻ്റെ പരിസരത്താണ്. പുന്നപ്പുഴ ഒഴുകുന്നതിൻ്റെ തൊട്ടരികിലാണ്. അവിടെ ആ വീട്ടിനകത്തൊക്കെ തന്നെ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. നേരത്തെ ഏതാണ്ട് 39ഓളം മൃതദേഹങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് മാത്രം കിട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ നൽകിയ വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ വ്യാപകമായി നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഹിറ്റാച്ചികൾ എത്തിച്ച മണ്ണ് നീക്കം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കാണാം വിവിധ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഈ മേഖല കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വലതുവശത്തെ ആ ദൃശ്യങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം. അതായത് കോട പൂർണ്ണമായും ഈ മേഖലയെ മൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുൻപ് വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കോട മൂടിയ സാഹചര്യം ഇപ്പോൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പുഴയുടെ ഇരു കരകളിലും മറുവശത്ത് അവിടെ JCB പ്രവർത്തിക്കുന്നുണ്ട്. അത് കോട കാരണം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അത് കഴിഞ്ഞ ദിവസം പാതി നഷ്ടപ്പെട്ട ആ പള്ളിയുടെ കരയിൽ നിന്നുകൊണ്ടാണ് JCB അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പുഴയുടെ ഇരുവശത്തും കരകവിഞ്ഞൊഴുകി അത് അങ്ങനെ വലിയ രീതിയിൽ കുത്തൊലിച്ചു പോയ ആ മേഖലയിലെല്ലാം തന്നെ പരിശോധനകൾ വ്യാപകമായി നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു സാന്നിധ്യം, അതായത് മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുകയും ചെയ്തത്. വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വീട്ടിലെ പാത്രങ്ങൾ, ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ, അങ്ങനെ നിരവധിയായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഉള്ളിലേക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. ഈ ഒരു വീട് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വീടിൻ്റെ ജനലോളം ഭാഗത്തിൽ ഇതിനോടകം മണ്ണ് മൂടിയിട്ടുണ്ട്. വലിയ മരത്തടികൾ ഈ വീടിനോട് വന്ന് അടിച്ചു കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ ഒന്നടങ്കം വലിയ നാശം വിതച്ചുകൊണ്ടാണ് ചൂരൽമലയിൽ നിന്നുള്ള ഉരുൾപൊട്ടൽ കടന്നു പോയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ അഹോരാത്രം പണിയെടുക്കുകയാണ് നമ്മുടെ ആർമി സംഘം, ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ. അങ്ങനെ ഒരു വിധത്തിലും വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിങ്ങനെ തുടരാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ വില്ലേജ് ഓഫീസ്, അതായത് വെള്ളരിമല വില്ലേജ് ഓഫീസിൻ്റെ മറുവശത്ത് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഈ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ചൂരൽമലയിൽ നിന്ന് അല്പം ഈ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള പ്രദേശമാണ്. അവിടെയും പരിശോധനകൾ നടക്കുന്നു. ഇങ്ങനെ എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായ രീതിയിൽ ഏകോപനം നടത്തിക്കൊണ്ട് ഒരു ടീം ലീഡറുടെ നേതൃത്വത്തിൽ തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ അവിടേക്ക് ഈ പോലീസ് ഡോഗിനെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നു. അതിനുശേഷം ആവശ്യമെങ്കിൽ യന്ത്രസഹായം അവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെ കൃത്യമായ ഏകോപനം ഈ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന സാഹചര്യമുണ്ട്. കോടമഞ്ഞ് പൂർണ്ണമായും ഈ മേഖലയെ മൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. തൊട്ടടുത്തുള്ള ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയുന്നതിലൊക്കെ പരിമിതിയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മറുവശത്ത് നമുക്ക് കാണാം അങ്ങ് ആ ഒരു ചൂരൽമലയുടെ മേഖലയിൽ നിന്ന് നടന്ന് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയ ആളുകളാണ്. അവരൊക്കെ തന്നെ പരിശോധനയിൽ പൂർണ്ണമായും വ്യാപൃതരാണ്. അവരുടെയൊക്കെ കൈവശം വലിയ രീതിയിൽ വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് വരുന്നത്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി ഒരു ഘട്ടത്തിൽ ചേട്ടാ എവിടെ തൊട്ടാണ് വരുന്നത്? എവിടെ തൊട്ടാണ് വരുന്നത്? സ്റ്റാർട്ട് പാങ്കോട് മിലിറ്ററി സ്റ്റേഷൻ. ഓക്കെ. അദ്ദേഹം മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അദ്ദേഹം പാങ്ങോട് നിന്നെത്തിയ ഉദ്യോഗസ്ഥനാണ്. ആ മേഖലയിൽ നിന്ന് വ്യാപകമായ തിരച്ചിലാണ് അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ പരിശോധനകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് കടുകിടവിടാതെ തന്നെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൃശ്യങ്ങളിൽ പലതും അവ്യക്തമാണ് ദീപക്.
അരുൺ, ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖല കണ്ടാൽ മനസ്സിലാകും. അതായത് മൂടൽമഞ്ഞ് കയറിയിരിക്കുന്നു എന്നാണ്. കോട പുതയുന്ന ഒരു മേഖലയാണ് ഈ ചൂരൽമല അല്ലെങ്കിൽ വെള്ളരിമല, അട്ടമല എന്നൊക്കെ പറയുന്ന പ്രദേശം. അവിടെ ആ അർത്ഥത്തിൽ തന്നെ ഇപ്പോൾ കോട മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാഴ്ചയ്ക്ക് അല്പമെങ്കിലും പരിമിതി വരുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും നമ്മുടെ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോഴും രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഒരാളെ കണ്ടെത്താൻ വേഗത്തിൽ കഴിയുമെങ്കിൽ അത് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ അർത്ഥത്തിൽ തന്നെയാണ് ഓരോ ആളുകളും ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആർമിയെന്നോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരെന്നോ അങ്ങനെയൊന്നും ഒരു വേർതിരിവുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ആർമി ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ പറയാം. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ തിരികെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെയൊക്കെ നമുക്ക് ആ മണ്ണിലൊക്കെ പല വിധത്തിൽ മരത്തടികളൊക്കെ വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാലിൻ്റെ മുട്ടോളമാണ് മണ്ണ് വന്ന് അടിഞ്ഞ് കിടക്കുകയും അതിൻ്റെ ഭാഗമായി കാല് ആഴ്ന്നു പോവുകയും ചെയ്യുന്നത്. ഗംബൂട്ട് ഇട്ടിട്ട് പോലും ആളുകൾക്ക് അതിൻ്റെ മുകൾ തട്ടിലേക്ക് മണ്ണ് വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. കടന്ന് ചെല്ലാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഓരോ സ്ഥലത്തും സാധ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അത് അപ്പോഴുള്ള പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആ വീടിനകത്ത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വീടിനകത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കും ആ ഉദ്യോഗസ്ഥനൊക്കെ എത്ര പാടുപെട്ടാണ് അതിനകത്ത് കൂടി പ്രവേശിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും വലിയ തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിക്കുകയാണ്. തുടരട്ടെ. 200ഓളം ആളുകളെയാണ് കണ്ടെത്താനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ പലരും ഒരു പക്ഷേ മണ്ണടിഞ്ഞിട്ടുണ്ടാവാം. അവരെ തിരഞ്ഞു പോകേണ്ടതുണ്ട്. ചിലരെങ്കിലും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടോ എന്നത് നമുക്കറിയില്ല. 205 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് ജില്ലാ കളക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 200ഓളം മനുഷ്യരെ തിരയുക എന്ന വളരെ ദുഷ്കരമായൊരു പ്രവൃത്തിയിലാണ്, വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിലാണ് ഇന്ന് ദൗത്യസംഘം ഏർപ്പെട്ടിരിക്കുന്നത്. 6 സെക്ടറുകളിലായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വളരെ കൃത്യമായ രീതിയിലാണ് പരിശോധനയെങ്കിലും ഇനി കവർ ചെയ്യേണ്ട സ്ഥലം, സമയം, ഇതൊക്കെ പരിമിതികളാണ്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ, കനത്ത മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു തിരച്ചിലിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട